താൻ പറയാത്ത കാര്യങ്ങൾ NIA മൊഴിയായി രേഖപ്പെടുത്തിയെന്ന മുംബൈ ഭീകരാക്രമണ കേസിൽ പിടിയിലായി അമേരിക്കയിൽ കഴിയുന്ന ഡേവിഡ് കോൾമാൻ ഹെഡ്ലി വീഡിയോ കോൺഫറൻസ് വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന വിചാരണയ്ക്കിടയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രത് ജഹാന് തനിക്ക് വാർത്തകളിലൂടെ അറിയാമായിരുന്നുവെന്നും ഹെഡ്ലി പറഞ്ഞു. വിശദാംശങ്ങൾ സന്തോഷ് നൽകും. സന്തോഷ്, എന്തൊക്കെ വൈരുദ്ധ്യങ്ങളാണ് ഹെഡ്ലി ചൂണ്ടിക്കാട്ടുന്നത്? പ്രജീഷ്, അമേരിക്കയിലെ ചോദ്യം ചെയ്യലിന് ശേഷം ദേശീയ അന്വേഷണ ഏജൻസി രേഖപ്പെടുത്തിയ മൊഴിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. മൊഴി എഴുതി തയ്യാറാക്കിയതിനു ശേഷം വായിച്ചു കേൾപ്പിച്ചില്ലെന്നും ഹെഡ്ലി 4-ാം ദിവസം എതിർവിസ്താരത്തിനിടെ മുംബൈയിലെ പ്രത്യേക കോടതിയിൽ പറഞ്ഞു. ലഷ്കർ-എ തലവൻ സാക്കിയുൾ റഹ്മാൻ ലസ്ബിയാണ് ഭീകരാക്രമണം നടപ്പിലാക്കുന്ന മുസാമിൽ ഭട്ടിനെ തനിക്ക് പരിചയപ്പെടുത്തിയത്. എന്നാൽ തന്നെ ലഷ്കർ-എ തോയ്ബയുടെ കമാൻഡർ എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തിയതെന്ന NIA റിപ്പോർട്ട് തെറ്റാണെന്നും ഹെഡ്ലി വ്യക്തമാക്കുകയുണ്ടായി. മുസാമിൽ തയ്യാറാക്കിയ ഭീകര പദ്ധതികളെല്ലാം പരാജയമായിരുന്നെന്ന് താൻ പറഞ്ഞിട്ടില്ല. എന്നാൽ താൻ അങ്ങനെ മൊഴി നൽകിയെന്നാണ് NIA രേഖപ്പെടുത്തിയിരിക്കുന്നതും എന്ന് ഹെഡ്ലി ഇപ്പോൾ പരാതി പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ അക്ഷരധാം ക്ഷേത്രത്തിലെ ഭീകരാക്രമണവും ഇസ്രത് ജഹാൻ കേസും കൈകാര്യം ചെയ്തിരുന്നത് മുസാമിൽ ഭട്ടായിരുന്നെന്ന് ലഗ്ബി പറഞ്ഞതായും ഹെഡ്ലി വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും ലഗ്ബിയുടെ ഈ 4-ാം ദിവസത്തെ എതിർവിസ്താരത്തിനിടത്ത് ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ NIA-യുടെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയും അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യലിനെയും എല്ലാം തന്നെ ആശയക്കുഴപ്പത്തിലാക്കുന്നതും ചില അവ്യക്തതകൾ നിറഞ്ഞതുമെല്ലാം ആകുന്നു. പ്രത്യേകിച്ചും ഇസ്രത് ജഹാൻ തീവ്രവാദിയാണ് എന്ന തരത്തിൽ ഉൾപ്പെടെ ഹെഡ്ലി മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ഹെഡ്ലി ഇപ്പോൾ പുതിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തന്റെ മൊഴികളെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ഇന്ന് വ്യക്തമാക്കിയത് വഴി ഇത്തരത്തിലുള്ള NIA-യുടെ അവകാശവാദങ്ങളും അല്ലെങ്കിൽ ഇസ്രത് ജഹാൻ വ്യാജ ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പുതിയ ആരോപണങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രജീഷ്, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഹൈദരാബാദ് സർവകലാശാലയിൽ അരങ്ങേറിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾ എന്ന് തെളിയുകയാണ്. കേന്ദ്ര സർക്കാരും അപ്പാറാവും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. VC ചുമതല ഏൽക്കുന്ന ദിവസം അപ്പാറാവ് സഹായികൾക്ക് നൽകിയ മാർഗനിർദ്ദേശ പത്രിക പുറത്തായി. ചുമതലയേറ്റാൽ ഉടൻ MPയെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം. ആവശ്യമായ പോലീസ് സേനയെ വിന്യസിക്കണമെന്നും മുൻകൂട്ടി നിർദ്ദേശിക്കുന്നു. വിശദാംശങ്ങൾ മനുശങ്കർ നൽകും. മനു, സർവകലാശാലയിൽ അടക്കം നിലനിൽക്കുന്ന പ്രതിസന്ധികളൊക്കെ എഴുതിക്കൂട്ടിയ തിരക്കഥ കേന്ദ്ര സർക്കാരും VCയും തമ്മിലുള്ള ഇടപെടലിൻ്റെ ഭാഗമാണെന്ന് തെളിയുകയാണോ? രേഖകളിലൂടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രതീഷ്, തീർച്ചയായും ഹൈദരാബാദ് സർവകലാശാലയിൽ അരങ്ങേറിയത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികളായിരുന്നു എന്നത് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പീപ്പിൾ TVക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ ഹൈദരാബാദ് സർവകലാശാല VC-ആയി വീണ്ടും ചുമതലയേൽക്കുന്ന സമയത്ത് അപ്പാറാവു തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന കൃഷ്ണ റാമിന് നൽകിയിരിക്കുന്ന നിർദ്ദേശ പത്രികയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്നു, VC-ആയി ചുമതലയേൽക്കുന്നതിന് മുൻപ് രാവിലെ തന്നെ സ്ഥലം MPയും ഒപ്പം തൊഴിൽ മന്ത്രിയുമായ ബന്ദാരു ദത്താത്രേയെ ഇക്കാര്യം അറിയിച്ചിരിക്കണം എന്നാണ് VC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഔദ്യോഗികമായി സ്ഥാനമേറ്റതിനു ശേഷവും VC-യെ ഫോൺ മുഖാന്തരവും ഔദ്യോഗികമായി ഇമെയിൽ വഴിയും തന്റെ ഇമെയിലിൽ നിന്ന് തന്നെ ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം അയക്കണമെന്നും VC തന്റെ പേഴ്സണൽ അസിസ്റ്റന്റായ കൃഷ്ണറാമിന് നിർദ്ദേശം നൽകുന്നുണ്ട്. ഇതുകൂടാതെ വിദ്യാർത്ഥികൾ പ്രതിഷേധം ഉയർത്താൻ സാധ്യതയുണ്ടെന്നും ഇത്തരത്തിൽ പ്രതിഷേധം ഉയർത്തുകയാണെങ്കിൽ വിദ്യാർത്ഥികളെ തടയുന്നതിനാവശ്യമായ പോലീസ് സന്നാഹത്തെ നേരത്തെ തന്നെ ഇപ്പോൾ KK രാഗേഷ് MP ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ KK രാഗേഷ്, ഇവിടെ യാതൊരു സമവായത്തിനും തങ്ങൾ മുതിരില്ല എന്ന് VC വ്യക്തമാക്കുകയാണ്. മാത്രവുമല്ല, അതിന് പിന്നിലുള്ള ഒളിച്ചുകളി അതാണ് രേഖകളിലൂടെ ഇന്ന് വ്യക്തമാകുന്നത്. കേന്ദ്ര സർക്കാരും VCയും തമ്മിലുള്ള ഇടപെടലിൻ്റെ തെളിവുകൾ. ഒരുപക്ഷെ കാര്യങ്ങൾ നിങ്ങളടക്കം പ്രതീക്ഷിച്ചതുപോലെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗുരുതരമല്ലേ? സർവകലാശാലയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ DCക്ക് പോലും താല്പര്യമില്ലാതെ പോകുന്നു. വ്യക്തമായും തയ്യാറാക്കിയ തിരക്കഥ തന്നെയല്ലേ ബോധ്യപ്പെടുന്നത്? നമ്മുടെ സർവകലാശാലകൾ എന്ന് പറയുന്നത് ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും വിളനിലങ്ങളാണ്. ഒത്താരി കമ്മീഷൻ റിപ്പോർട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സർവകലാശാലകളെ RSSന്റെ അധീനതയിൽ കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആ ശ്രമത്തിന് ദൗർഭാഗ്യവശാൽ ഒരു ഉന്നതമായ കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലർ അതിന് ആകുന്ന വിധത്തിൽ അതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് കേന്ദ്ര സർക്കാരിന്റെ കേവലം ഒരു ചട്ടുകമായി സ്വയം ചുരുങ്ങുകയാണ് സർവകലാശാല VC യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം, BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ രാജ്യത്ത് വൻതോതിൽ അസഹിഷ്ണുത
വളർത്തുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനോടും അസഹിഷ്ണുത കാട്ടുന്ന ഒരു സമീപനം BJP ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ഭാഗത്ത് നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി AMUവിന്റെ കേന്ദ്രങ്ങൾ, അതിന്റെ നിരവധി കേന്ദ്രങ്ങളുണ്ട്, കേരളത്തിൽ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ. ആ കേന്ദ്രങ്ങൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം, അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് നൽകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇടപെടല്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ അവിടെയുള്ള ജനാധിപത്യ പ്രക്രിയ മുഴുവൻ തകർക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിൽ രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടൽ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാവട്ടെ ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണം, ജനാധിപത്യത്തിന്റെ ഇടങ്ങളെല്ലാം തകർക്കാനുള്ള ശ്രമം, എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ടുള്ള ഒറ്റപ്പെട്ട ഒരു സംഗതിയായി കാണാൻ വേണ്ടി കഴിയില്ല. കേന്ദ്രത്തിൽ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ സർവകലാശാലകളെ, ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും വിളനിലങ്ങളാകുന്ന സർവകലാശാലകളെ നിങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സർവകലാശാലകളുടെ ഓട്ടോണമി എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. അതായത് രാധാകൃഷ്ണൻ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ സർവകലാശാലകൾക്ക് കേന്ദ്ര ഗവൺമെന്റാണ് ഫണ്ട് നൽകുന്നത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളാണ് ഫണ്ട് നൽകുന്നത്. അങ്ങനെ സർവകലാശാലകളുടെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാമ്പത്തിക കാര്യങ്ങളും ചെയ്തു എന്നുള്ളത് കൊണ്ട്, ഫണ്ട് നൽകുന്നു എന്നുള്ളത് കൊണ്ട് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഇടപെടുന്നത് ആ സർവകലാശാലയുടെ ഓട്ടോണമിയിൽ ഇടപെടുന്നതാണ്. ഓട്ടോണമി എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെയും അക്കാദമിക സമൂഹത്തിന്റെയും, വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന അക്കാദമിക സമൂഹത്തിന്റെ ആകെ ഓട്ടോണമിയാണ്, സ്വയംഭരണാധികാരമാണ്, അക്കാദമിക ഓട്ടോണമിയാണ്. ആ അക്കാദമിക ഓട്ടോണമി എന്ന് പറയുന്ന കാഴ്ചപ്പാടിനെ തകിടം മറിക്കുക, അട്ടിമറിക്കുന്ന പണിയാണ് കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്ന പ്രവർത്തനത്തിന് കേവലമായ ഒരു ചട്ടുകമായി മാറി നിന്നുകൊടുക്കുന്ന സമീപനമാണ് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ചെയ്യുന്നത് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിവരങ്ങൾ. അങ്ങേയറ്റ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒന്നാണ്. അവിടെയാണ് ശ്രീ KK രാഗേഷ്, ഗുരുതരമായി ചട്ടങ്ങളെ പോലും മാറ്റിയിടുന്ന തരത്തിലേക്ക് ഇടപെടൽ ഉണ്ടാകുമ്പോൾ ഇവിടെ നേരത്തെ ചർച്ചയിൽ സൂചിപ്പിച്ച അബ്ദുള്ള പറഞ്ഞ ഒരു കാര്യമുണ്ട്. കാരണം ഇടതുപക്ഷം സംഘടനകൾ, CPM അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകൾ ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതി, അതിനപ്പുറത്തേക്ക് ദളിത് വാദം ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾ പോലും കാര്യക്ഷമമായൊരു പിന്തുണ ഈ പറയുന്ന ഹൈദരാബാദ് സർവകലാശാലയിൽ നിന്നും ഇന്ന് ഉയർന്നു വരുന്ന സമരത്തിന് ഒരു പിന്തുണ പോലും നൽകാത്ത ഒരു സാഹചര്യം, പൂർണ്ണ അർത്ഥത്തിൽ ഒരു പിന്തുണ അവർക്ക് കൈവരുന്നില്ല. ആ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ വ്യക്തമായ ഒരു കൂട്ടായ്മയുടെ ഇടപെടലിൻ്റെയൊക്കെ തന്നെ അനിവാര്യത വരാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അല്ല, അതില് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിഷയമുണ്ട്. അതായത് ഈ കോൺഗ്രസ് എടുക്കുന്ന ഇക്കാര്യത്തിൽ, കോൺഗ്രസ് ഒരു മതേതര പാർട്ടി തന്നെയാണ്, പക്ഷെ ആ പാർട്ടി എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഹിന്ദുത്വ അജണ്ടയുമായി RSS സംഘപരിവാർ ശക്തികൾ എപ്പോഴെല്ലാം വന്നുപോകും ആ ഘട്ടങ്ങളിലെല്ലാം അതിനെ അതിനിശിതമായി വിമർശിച്ച് അതിനെ ചെറുത്ത് പരാജയപ്പെടുത്തുക എന്നുള്ള സമീപനമല്ല ഒരു ഘട്ടത്തിലും കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അവര് അതിനോടൊരു ബി ടീമായി അല്ലെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനമാണ് എല്ലാ ഘട്ടത്തിലും സ്വീകരിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോ ഗോവധ നിരോധനത്തിന്റെ പ്രശ്നം, ബീഫ് കടിച്ചാൽ ആക്രമിക്കപ്പെടുന്ന പ്രശ്നം. ഇതൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിൽ ഗോവധ നിരോധനം ഏറ്റവും ആദ്യം നടപ്പിലാക്കുന്നത് ഞങ്ങളാണ് എന്ന് പറഞ്ഞ് മത്സരിക്കുകയാണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി ചെയ്തത്. ഇപ്പൊ നാഗാലാൻഡിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം പട്ടിയിറച്ചി ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടുണ്ടാവും. പട്ടി ഇറച്ചി അവരുടെ പ്രധാനപ്പെട്ട ഭക്ഷണമാണത്, പട്ടിയിറച്ചി. ഞാൻ ചോദിക്കട്ടെ, മുത്തപ്പന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗമാണല്ലോ, കാൽക്കീഴിൽ കിടക്കുന്ന മൃഗമാണല്ലോ പട്ടി. പട്ടിയെ കഴിച്ചു എന്ന് പറഞ്ഞ് നാഗാലാൻഡുകാരെ കൊല്ലാൻ വേണ്ടി പറ്റൂ? മഹാവിഷ്ണുവിന്റെ അവതാരമാണല്ലോ മത്സ്യവും പന്നി ഉൾപ്പെടെയുള്ളവ. മത്സ്യം കഴിക്കുന്ന മനുഷ്യരുണ്ട്, പന്നി കഴിക്കുന്നവരുണ്ട്, പന്നി അറാമായവരുണ്ട്, പന്നി ഭക്ഷണമായി കഴിക്കുന്നവരുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണ സംസ്കാരമാണ്. അത് വെച്ചുകൊണ്ട് ഗോവധ നിരോധനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രശ്നമായി അല്ലെങ്കിൽ അതിനെ വർഗീയമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് RSS ശ്രമിക്കുമ്പോൾ അതിന് ഞങ്ങൾ അതിന്റെ കൂടെയാണ്, അതിന്റെ മുന്നിലാണ് എന്നുള്ള സമീപനമല്ലേ RSS കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്? ദിഗ്വിജയ് സിംഗിന്റെ ഉൾപ്പെടെ പ്രസ്താവന നമ്മൾ കണ്ടതല്ലേ? ഇതാണ് അടിസ്ഥാന പ്രശ്നം. ഇപ്പൊ കേരളത്തിൽ തന്നെ ശ്രീനാരായണ ഗുരുവിനെ ഉപയോഗിക്കാൻ വേണ്ടി, ശ്രീനാരായണ ഗുരുവിന്റെ ആദർശം
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, സർവ്വമത സാരമേകം, ഈ ആദർശങ്ങളോട് RSSന് സംഘപരിവാറിന് യോജിപ്പുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ അങ്ങനെ SNDP ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തുമ്പോൾ അതിനെ അതിനിശ്ചിതമായി എതിർക്കുന്ന സമീപനം ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ലല്ലോ. ഈ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ബീഫ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള സംഗതികൾ ഇവിടെയുള്ള യുവജന സംഘടനകൾ നടത്തുമ്പോൾ അങ്ങ് വടക്കേ ഇന്ത്യയിൽ മാത്രം ഉണ്ടാവുന്ന കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇവിടെ എന്തിനാ ഇങ്ങനെ ഒരു സമരം നടത്തുന്നത് എന്ന വാദമല്ലേ ഇവിടെയുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും ചാനൽ ചർച്ചകളിലും മറ്റും ഉന്നയിച്ചിരുന്നത്. അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം അത് ഫാസിസത്തിന്റെ രൂപത്തിലേക്ക് വളർന്ന് വികസിക്കുന്ന ഒരു ഘട്ടത്തിൽ മതനിരപേക്ഷ ശക്തികളാകെ ഒറ്റക്കെട്ടായി ഈ ഫാസിസത്തെ, വർഗീയ ഭ്രാന്തിനെ ചെറുത്ത് പരാജയപ്പെടുന്നതിന് വേണ്ടി മതനിരപേക്ഷ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതിന് പകരം പലപ്പോഴും ഇത്തരത്തിലുള്ള സംഘപരിവാർ ശക്തികളുടെ നീക്കത്തെ ഒരു മൃദു ഹിന്ദുത്വത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സമീപനം പലപ്പോഴും കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെ കൃത്യമായി കറകളഞ്ഞ മതനിരപേക്ഷ നിലപാട് എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഇടതുപക്ഷമാണ്. ഇതിപ്പോ പാർലമെന്റിലെ ചർച്ചയിൽ നോക്കിയാൽ കാണാം, ഈ വിഷയങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോ ഏറ്റവും ഫലപ്രദമായ ഇത്തരം വിഷയങ്ങൾ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ വളരെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. പക്ഷേ ഇടതുപക്ഷം ഉയർത്തുന്ന, സീതാറാം യെച്ചൂരിയിലൂടെ ഇടതുപക്ഷം ഉയർത്തുന്ന ആശയങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ വർഗീയതക്ക് ബദലായി, സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് അജണ്ടക്ക് ബദലായി നമ്മുടെ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട്. ഇവിടെ വളരെ നന്ദി ശ്രീ കെ രാഗേഷ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയത് IS ഭീകരർ എന്ന് കേന്ദ്ര സർക്കാരിന്റെ സ്ഥിരീകരണം. കേന്ദ്രമന്ത്രി സുഷമ സ്വരാജാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. മാർച്ച് 4-നാണ് ഫാദറിനെ യമനിൽ നിന്നും കാണാതായത്. വൈദികനെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം തുടരുകയാണെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, ഇക്കാര്യത്തിൽ ചില അഭ്യൂഹങ്ങളാണ് നിലനിന്നത്. ആ അഭ്യൂഹങ്ങൾ ഒരുപക്ഷെ ഞെട്ടലുളവാക്കുന്നതായിരുന്നു. എന്ത് സംഭവിച്ചു വൈദികന്? ജന്മനാടടക്കം കേരളമടക്കം ലോക രാജ്യങ്ങളടക്കം ഞെട്ടലോടെ കരുതിയ കാര്യം, സംശയങ്ങൾ നിലനിന്നു. ഇന്നിപ്പോൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഏതർത്ഥത്തിലാണ് ഇങ്ങനെയൊരു സ്ഥിരീകരണം നടത്തിയത്? പ്രജീഷ്, ഈ മാസം 4-ാം തീയതി തെക്കൻ യമനിലെ ഏദനിൽ മിഷണറീസ് ഓഫ് ചാരിറ്റീസ് സന്യാസി സമൂഹം നടത്തുന്ന വൃദ്ധസദനത്തിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിനിടെയാണ് വൈദികൻ ടോം ഉഴുന്നാലിനെ കാണാതായത്. ആക്രമണത്തിൽ 4 കന്യാസ്ത്രീകൾ ഉൾപ്പെടെ 16 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് ശേഷം കാണാതായ ഫാദർ ടോം ഉഴുന്നലിനെ IS തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയതാണെന്ന അഭ്യൂഹം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് ഔദ്യോഗിക ട്വിറ്റർ അക്കൗണ്ട് വഴിയാണ് ഈ കാര്യം ഇപ്പോൾ സ്ഥിരീകരിച്ചത്. അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും സുഷമ സ്വരാജ് വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹത്തെ എവിടെയാണ് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിന് ലഭ്യമായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ കാര്യം ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല. യമനിൽ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇന്ത്യൻ എംബസി അടച്ചുപൂട്ടിയിരുന്നു. അതിനാൽ തന്നെ അയൽ രാജ്യമായ ജിബൂട്ടിയിലെ എംബസി വഴിയാണ് ഇന്ത്യ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പ്രജീഷ്, എങ്ങനെയാണ് ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരം കേന്ദ്ര സർക്കാരിന് ലഭിച്ചത്? രഹസ്യാന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടാണോ കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു സ്ഥിരീകരണം ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്? പ്രജീഷ്, ഇതിനെ സംബന്ധിച്ച വലിയ വിശദീകരണങ്ങളിലേക്കൊന്നും തന്നെ വിദേശകാര്യ മന്ത്രാലയം കടന്നിട്ടില്ല. വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് 2 വാചകങ്ങളിലാണ് ഈ കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശമായി തന്നെ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഫാദർ ടോം ഉഴുന്നൽ ഈ ആക്രമണത്തിന് ശേഷം എവിടെയാണ് എന്നതിനെ സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും നൽകാത്തത് ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ISന്റെ തടങ്കലിലുണ്ട് എന്ന് വ്യക്തമാക്കുക വഴി വിദേശകാര്യ മന്ത്രാലയത്തിന് ഇത് സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് അനുമാനിക്കേണ്ടിയിരിക്കുന്നത്. എങ്കിൽ കൂടിയും ഈ പദ്ധതികളുടെ വ്യക്തമാണ്. സന്തോഷമാണ് ദില്ലിയിൽ നിന്നും. ലിബിയയിലെ മിസൈൽ ആക്രമണത്തിൽ മലയാളികൾ കൊല്ലപ്പെട്ടു. കോട്ടയം സ്വദേശികളായ അമ്മയും കുഞ്ഞുമാണ് കൊല്ലപ്പെട്ടത്. വെളിയന്നൂർ തുളസി ഭവനിൽ വിപിന്റെ ഭാര്യ സുനുവും മകനുമാണ് മരിച്ചത്. വിശദാംശങ്ങൾ പ്രശാന്ത് നൽകും. പ്രശാന്ത്, എങ്ങനെയാണ് സംഭവം ഉണ്ടായത്? നാട്ടിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? പ്രജീഷ്, വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം 7:30യോടെയാണ് ലിബിയയിലെ സബ്രാത്തയിൽ ആക്രമണം ഉണ്ടായത്. സബ്രാത്തയിൽ ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ ഫ്ളാറ്റിലായിരുന്നു സുനുവും മകനും കഴിഞ്ഞിരുന്നത്. ഇവരിരുന്ന മുറിക്കുള്ളിലേക്ക് ഷെൽ പതിക്കുകയായിരുന്നു എന്നാണ് നാട്ടിൽ ലഭ്യമായിട്ടുള്ള വിവരം. ആശുപത്രിയുടെ ഉടമസ്ഥയിലുള്ള 4 നില ഫ്ളാറ്റിൽ
മറ്റ് രാജ്യക്കാരായ ചിലരും മരിച്ചതായിട്ടാണ് സുനുവിന്റെ സുഹൃത്തുക്കൾ നാട്ടിൽ ഇപ്പോൾ നൽകിയിട്ടുള്ള വിവരം. ഒപ്പം സുനുവും ഭർത്താവ് വിപിനും കഴിഞ്ഞ 3 വർഷമായി ലിബിയയിലാണ് താമസം. 2012 വിവാഹത്തിന് ശേഷം ലിബിയയിലെത്തിയ ഇവർ പിന്നീട് നാട്ടിലെത്തിയിട്ടില്ല. ലിബിയയിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് അടുത്ത മാസം പകുതിയോടുകൂടി ജോലി അവസാനിപ്പിച്ച് നാട്ടിലെത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു വിപിനും കുടുംബവും. രേഖകളും ജോലി ചെയ്ത പണവും ലഭിക്കാതെ വന്നതിനാലാണ് യാത്ര നീട്ടാനായിട്ടുള്ള ഒരു കാരണം യാത്ര നീട്ടാൻ ഇടയാക്കിയത്. ലിബിയയിലെ സബരീത്ത ആശുപത്രിയിൽ നഴ്സാണ് വിപിനും മരിച്ച സുനുവും. സുനുവിന്റെയും മകന്റെയും മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങളുടെ ഭാഗമായി ചില വഴികൾ അടഞ്ഞതിനാൽ ഇവരുടെ കുടുംബത്തെ അറിയുന്നവർക്ക് പോലും നേരിട്ടെത്തി നടപടികൾ ഇടപെടാൻ തടസ്സം നേരിടുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഇവരുടെ വീട്ടിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള വിവരം. പാലക്കാട് എം പി രാജേഷും ഒപ്പം PK ബിജുവും അടക്കമുള്ള ആളുകൾ എംബസിയുമായി ബന്ധപ്പെടുകയും CPM-ന്റെ കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവനുമായി ഇക്കാര്യമെല്ലാം ധരിപ്പിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിപ്പോൾ ലിബിയയിലെ മറ്റു വിവരങ്ങളെല്ലാം ലഭ്യമായിട്ടുള്ളത്. കാരണം അവിടെ ഇപ്പോൾ ഇന്ന് അവധിയായതിനാൽ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകില്ല. നാളെ അവിടുത്തെ മറ്റ് സംവിധാനങ്ങളെല്ലാം വന്ന് പരിശോധന എല്ലാം നടത്തിയതിനു ശേഷം മാത്രമേ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം തന്നെ ഉണ്ടാകൂ എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. എംബസിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇനി മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനുള്ള സങ്കീർണതകളൊക്കെ ഒരുപക്ഷെ ഉണ്ടാകും. അതൊക്കെ നീക്കിക്കിട്ടാൻ കേരളത്തിൽ നിന്നുള്ള ബന്ധപ്പെട്ട ആളുകൾ, ജനപ്രതിനിധികളൊക്കെ തന്നെ എംബസിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞുവോ? നിലവിൽ കോട്ടയം ജില്ലാ സെക്രട്ടറി VN വാസവൻ അറിയിച്ചതനുസരിച്ച് MP രാജേഷ് MPയും അതുപോലെ തന്നെ PK ബിജു MPയും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവർ എംബസിയുമായി ഇക്കാര്യങ്ങൾ സംസാരിച്ചു. കേന്ദ്ര മന്ത്രി സുഷമ സ്വരാജുമായിട്ട് ഇക്കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വിവരം പോലും നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. കാരണം നാളെയായിരിക്കും മറ്റ് നടപടിക്രമങ്ങളെല്ലാം തന്നെ ഉണ്ടാവുക. ഇന്ന് അവിടെ അവധിയാണ്. മാത്രമല്ല ഇപ്പോഴും വെടിയൊച്ചകൾ നിലച്ചിട്ടില്ല എന്ന് തന്നെയാണ് ലഭിക്കുന്നത്. കാരണം അവിടെ ഇപ്പോഴും ഇതിന്റെ രൂക്ഷമായിട്ടുള്ള പോരാട്ടം തന്നെ തുടരുന്നുണ്ട്. ശെൽവർഷം തുടരുന്നുണ്ട്. വെടിവെച്ചകൾ നിലച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു സ്ഥിതിയും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നാളെയോടുകൂടി ഈ വിഷയത്തിൽ ഇടപെട്ട് മറ്റ് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള അല്ലെങ്കിൽ ഇവരുടെ മൃതദേഹം അടക്കം കൊണ്ടുവരാൻ കഴിയുന്ന കാര്യങ്ങളിലേക്കുള്ള നടപടികളിലേക്ക് നീങ്ങാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. TB പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ആലപ്പുഴ മണ്ഡലത്തിലെ 17 കേന്ദ്രങ്ങളിലെ പൊതുസ്ഥലം ശുചീകരിച്ച് തോമസ് ഐസക്കിന്റെ മാതൃകാപരമായ പ്രവർത്തനം ശ്രദ്ധേയമായി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. LDF അധികാരത്തിൽ വന്നാൽ കേരളം മാലിന്യമുക്തമാക്കുമെന്നും ഐസക് പറഞ്ഞു. ഡോക്ടർ തോമസ് ഐസക് MLA മണ്ഡലത്തിൽ നടപ്പിലാക്കി വിജയിച്ച പദ്ധതികളായ ഉറവിട മാലിന്യ സംസ്കരണവും നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന പരിപാടിയുടെയും ചുവടുപിടിച്ചാണ് തൻ്റെ മണ്ഡലത്തിലെ 17 കേന്ദ്രങ്ങളിൽ പൊതുസ്ഥലങ്ങളും മറ്റും വൃത്തിയാക്കി MLA മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ചത്. MLA തന്നെ ചൂലും മൺവെട്ടിയുമൊക്കെയായി മാലിന്യ നിർമ്മാർജ്ജനത്തിനിറങ്ങിയതോടെ നാട്ടുകാരും പ്രവർത്തകരും മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് പിന്തുണയുമായി രംഗത്തെത്തി. ആദ്യം കലവൂർ മാർക്കറ്റിലാണ് ശുചീകരണ പ്രവർത്തനം നടന്നത്. ഇതുപോലുള്ള ആ പ്രവർത്തനങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ സന്ദേശം നൽകുന്നു. സന്ദേശം നൽകുക മാത്രമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദൃഢനിശ്ചയം ഞങ്ങൾ ഈ കേരളത്തെ മാറ്റും. അതിനൊരു പരിപാടിയുണ്ട്. വലിയ കാര്യങ്ങൾക്ക് മാത്രമല്ല, ചെറുകാര്യങ്ങൾക്കും കൃത്യമായ വ്യക്തതയോടെയുള്ള കാഴ്ചപ്പാടുണ്ട് എന്നുള്ള സന്ദേശം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ നൽകുകയാണ്. 2 ആഴ്ചയ്ക്കകം മണ്ഡലത്തിലെ 157 ബൂത്തുകളിലും ഇതുപോലെ ശുചീകരണ പ്രവർത്തനം നടത്തുമെന്ന് ഐസക് പറഞ്ഞു. രാവിലെ 7 മണിയോടെയാണ് ശുചീകരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ആലപ്പുഴ മണ്ഡലത്തിലെ മാതൃകാപരമായ ഉറവിട മാലിന്യ സംസ്കരണത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ മറ്റ് നഗരസഭാ പ്രതിനിധികളും ഇന്ന് നടന്ന ശുചീകരണ പ്രവർത്തനം നേരിട്ട് കണ്ട് വിലയിരുത്താൻ എത്തിയിരുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായിരിക്കെ ഉമ്മൻചാണ്ടി സുധീരൻ ചെന്നിത്തല കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ചർച്ചാ വിഷയമാകും. വിശദാംശങ്ങൾ ഷീജ നൽകും. ഷീജ, ചർച്ചയിൽ ഏതെങ്കിലും സമവായം പട്ടിക ചുരുക്കൽ സംബന്ധിച്ച് മാത്രമല്ല ഉഭയകക്ഷി ചർച്ച UDF-മായിട്ടുള്ളതൊക്കെ തന്നെ നടക്കുന്ന സാഹചര്യത്തിലാണ് 3 പേരും തമ്മിൽ ഒരുമിച്ചിരിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഒരു പക്ഷേ ചർച്ചയ്ക്ക് വരിക? പ്രജീഷ്, രാവിലെ 10 മണിയോടുകൂടി ആരംഭിച്ച മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ VM സുധീരന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള ചർച്ച ഇപ്പോൾ അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. പ്രധാനമായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക ചുരുക്കുക എന്ന അജണ്ടയുമായാണ് ഈ കൂടിക്കാഴ്ച ആരംഭിച്ചത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം KPCC അധ്യക്ഷൻ വ്യക്തമാക്കിയത്
പഴയ സ്ഥാനാർത്ഥി പട്ടികയിൽ അതാത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഒരു പട്ടിക സമർപ്പിച്ചിരുന്നു. അത് ഹൈക്കമാൻഡിന് നേരത്തെ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പട്ടികയിൽ അധികമായുള്ള മാറ്റങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ വരുത്തിയിട്ടില്ല. എന്നാൽ ചില മണ്ഡലങ്ങളിൽ ഒറ്റ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വിവാദ വിഷയം സുധീരന്റെ നിലപാടായിരുന്നു. അതായത് 4 തവണയിലധികം മത്സരിച്ചവർ ഇനി മത്സരിക്കേണ്ട ഒരു നിലപാട് സുധീരൻ കൈക്കൊണ്ടിരുന്നു. ഈ വിഷയം ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് വന്നില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇവരുടെ 3 പേരുടെയും കൂടിക്കാഴ്ച KPCCയിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഈ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് 4 മണിയോടുകൂടി KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരും. ഈ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ഇന്ന് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തീരുമാനം അവർ തെരഞ്ഞെടുപ്പ് സമിതി വെക്കുന്നതായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും അതിനൊരു അന്തിമ രൂപം ഉണ്ടാവുക. പ്രധാനമായും ഇവർക്ക് മുന്നിലുള്ളത് ഓരോ മണ്ഡലത്തിലും കുറഞ്ഞത് 3 പേരിലേക്കെങ്കിലും ചുരുക്കുക സ്ഥാനാർത്ഥികളുടെ പേര് എന്നുള്ളതാണ് പ്രധാനമായും ഇവർക്ക് മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ തീരുമാനമാകാതെ നീളുന്നതും. KPCCയിലെ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും JDUവുമായാണ് ഇപ്പോൾ ആദ്യ ചർച്ച ആരംഭിച്ചിരിക്കുന്നത്. JDUവിന് ശേഷം RSPയുമായും കൂടിക്കാഴ്ച നടത്തും. മറ്റ് 2 കേരള കോൺഗ്രസ് എമ്മുമായും ജേക്കബ് വിഭാഗവുമായുള്ള കൂടിക്കാഴ്ച നിലവിൽ അവരുടെ അസൗകര്യത്തെ തുടർന്ന് തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവർ രണ്ടുപേരുമായി JDUവുമായും RSPയുമായും ഒരു സമവായത്തിലെത്തുക എന്നുള്ളതാണ് ഇവർക്ക് മുന്നിലെ പ്രധാന വിഷയം. ഇതിൽ ഒരു സമവായത്തിലെത്തുകയും ലീഗുമായി ടെലിഫോണിലൂടെ ഒരു സമവായത്തിലെത്താൻ തീരുമാനം. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി തന്നെ ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി തിങ്കളാഴ്ച ഉച്ചയോടുകൂടി തന്നെ നേതാക്കൾ ദില്ലിക്ക് പോകാൻ ആണ് നിലവിലെ തീരുമാനം. ഋഷിജയാണ് വിവരങ്ങൾ നൽകിയത്. വിവാദ ഉത്തരവുകൾ LDF അധികാരത്തിൽ വന്നാൽ റദ്ദാക്കുമെന്ന് VS അച്യുതാനന്ദൻ. കരുണ അടക്കമുള്ള എല്ലാ കരാറുകളും റദ്ദാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് 5 ലക്ഷത്തോളം ഏക്കർ സ്ഥലമാണ് നഷ്ടപ്പെടണമെന്ന് പറയണം. UDF ഗവൺമെന്റിന്റെ ഉമ്മൻചാണ്ടിയുടെ എല്ലാം പരിഷ്കാരങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ അതെല്ലാം പൊളിച്ചു നീക്കും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് AK സെന്ററിൽ ചേരും. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനമാകാത്ത മണ്ഡലങ്ങളിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. ജില്ലാ കമ്മിറ്റികളും സെക്രട്ടേറിയറ്റുകളും പരിശോധിച്ച ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് സമർപ്പിച്ച പട്ടികയാണ് ഇന്ന് പരിശോധിക്കുക. CPM മത്സരിക്കുന്ന ഭൂരിഭാഗം മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനം ആയിരുന്നു. മലയോര മണ്ഡലമായ കാഞ്ഞിരപ്പള്ളിയിൽ കാർഷിക മേഖലയുടെ തകർച്ചയാണ് പ്രധാന ചർച്ചാ വിഷയം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾ കാർഷിക മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. അതേസമയം വികസന നേട്ടങ്ങൾ ഉയർത്തിയാണ് UDFന്റെ പ്രചാരണം. BJPക്ക് ഈ മണ്ഡലത്തിൽ 30,000 വോട്ടുകൾ ഉണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ ചോരുന്ന സ്ഥിതിയാണുള്ളത്. കോട്ടയം ജില്ലയിലെ മലയോര മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളി. റബ്ബർ കർഷകർ ഏറെയുള്ള ഈ മണ്ഡലത്തിൽ വികസനത്തോടൊപ്പം കാർഷിക വിഷയങ്ങളും ചർച്ചയാണ്. വാഴൂർ എന്നറിയപ്പെട്ടിരുന്ന മണ്ഡലം 2011 കാഞ്ഞിരപ്പള്ളി എന്ന പേര് മാറിയെത്തിയത്. പഴയ വാഴൂർ മണ്ഡലത്തിലെ കറുകച്ചാൽ, നെടുങ്കുന്നം, കങ്ങഴ, വാഴൂർ, വെള്ളാവൂർ, ചിറക്കക്കടവ് പഞ്ചായത്തുകളും പഴയ കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി, മണിമല പഞ്ചായത്തുകളും പുതുപ്പള്ളി മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന പള്ളിക്കത്തോട് പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പുതിയ കാഞ്ഞിരപ്പള്ളി മണ്ഡലം. കേരള കോൺഗ്രസ് എം നേതാവും സിറ്റിംഗ് MLAയുമായ ഡോക്ടർ N ജയരാജ് ഇക്കുറിയും UDF സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാഞ്ഞിരപ്പള്ളി കോടതി സമുച്ചയം, പൊൻകുന്നം മിനി സിവിൽ സ്റ്റേഷൻ, മണിമല മേജർ കുടിവെള്ള പദ്ധതി എന്നിവ പ്രധാന നേട്ടങ്ങളായി UDF ഉയർത്തിക്കാട്ടുന്നു. കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് യാഥാർത്ഥ്യമാകാത്തതും മണിമല മേജർ കുടിവെള്ള പദ്ധതി കമ്മീഷൻ ചെയ്യാത്തതും ജനപ്രതിനിധിയുടെ വീഴ്ചയായിട്ടാണ് LDF ചൂണ്ടിക്കാട്ടുന്നത്. കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലമാണിത്. റബ്ബർ മേഖലയുടെ തകർച്ച തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ഭൂരിഭാഗം പഞ്ചായത്തുകളും UDFന്റെ ഭരണത്തിലായിരുന്നു. എന്നാൽ ഇക്കുറി 6 പഞ്ചായത്തുകളുടെ ഭരണം തിരികെ പിടിച്ച് LDF ശക്തി തെളിയിച്ചു. മണിമല, നെടുങ്കുന്നം, പള്ളിക്കത്തോട് എന്നീ 3 പഞ്ചായത്തുകളൊഴികെ ബാക്കി 6ഇടത്തും LDFനാണ് ഭരണം. UDF ഭരിച്ചിരുന്ന വാഴൂർ ബ്ലോക്കിൽ നറുക്കെടുപ്പിലൂടെ ഇരു മുന്നണികളും ഭരണം പങ്കിടുന്നു. മണ്ഡലത്തിലെ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളും UDFനായിരുന്നു വിജയം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം BJPക്ക് ഈ മണ്ഡലത്തിൽ 29,000 വോട്ടുകളാണുള്ളത്. എന്നാൽ കേരള കോൺഗ്രസിന്റെ പ്രതിനിധി UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാനെത്തുന്ന ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ BJPയുടെ വോട്ടുകൾ പലപ്പോഴും അപ്രത്യക്ഷമാകുന്ന സ്ഥിതിയുണ്ട്.